വെറും ഒരു 19 വയസ്സുകാരൻ ഒരു 17 വയസ്സുകാരനുമായിട്ട് ചേർന്ന് ചെയ്ത ഒരു കൊടും ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരാരും ചെയ്യാത്ത കാര്യമാണ് ചെയ്തു വെച്ചേക്കുന്നത്. അത് ഈ പ്രായത്തിൽ ചിലർ ചെയ്യാറുണ്ട്. ഈ വലിയ ക്രിമിനൽസൊക്കെ ഇതുപോലെ ചെയ്യും. പക്ഷേ അതൊക്കെ കുറച്ച് പ്രായം ഒക്കെ ഉള്ള ആളുകളാണ്. അതായത് ഒരു ടീനേജേഴ്സ് ഒരിക്കലും ചെയ്യുന്ന ഒരു പണിയല്ല. കൗമാരപ്രായത്തിലുള്ളവനാണ് ഈ 19കാരൻ. ഉദയകുമാർ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ഇവനെ ചെയ്ത പണി എന്ന് പറയുന്നത്, ഒരു ചെറിയ മൂക്കുത്തി ഇട്ടുകൊണ്ട് കിടക്കും ഒരു വലിയമ്മ. എന്ന് പറഞ്ഞാൽ അവർക്ക് 66 വയസ്സുണ്ട്. പ്രായമുള്ള ഒരു സ്ത്രീ. അവർ വയ്യാതെ ഇരിക്കുന്ന വളരെ അവശയാണ്. കാരണം അവരുടെ പ്രായത്തേക്കാൾ, ആ പറയുന്ന ഈ വയസ്സിനേക്കാളൊക്കെ വളരെ പ്രായം തോന്നിക്കും അവരുടെ പടം കണ്ടു കഴിഞ്ഞാൽ. ആ രീതിയിലാണ് അവർ വളരെ ഏതാണ്ട് ഒറ്റയ്ക്കാണ്. മകൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് ആഹാരമൊക്കെ കൊണ്ടു കൊടുക്കാനും ഒക്കെ വരും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ അവരുടെ ഈ മൂക്കിൽ 2 സ്ഥലത്തായിട്ട് ചെറിയ കടുക്കം പോലുള്ള മൂക്കുത്തിയുണ്ട് കേട്ടോ. അപ്പോൾ സ്വർണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ഭയങ്കരമല്ലേ. പോരെങ്കിൽ ഈ ഡ്രഗൊക്കെ ഉപയോഗിക്കുന്നവന്മാർക്ക് എവിടെന്നെങ്കിലും പൈസ കിട്ടണം. അത് ആരെ കൊന്നാലോ ആരെ പിഴിഞ്ഞാലോ എന്ത് കടുക ചെയ്താലോ അവന്മാർക്ക് പണം വേണമെന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല, അത് കിട്ടണം. അപ്പോൾ അതിൽ ഈ ഒരു 17 വയസ്സുകാരനെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പേരൊന്നും വെളിവാക്കാൻ ഒക്കത്തില്ല, കാരണം ജുവനൈലാണ്. ഈ 19കാരൻ ഉദയകുമാർ ജുവനൈലല്ല, അവൻ 18 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ജുവനൈൽ എന്ന് പറയുന്നവൻ അവൻ ഒരു വലിയ ഗ്രേവ് ക്രിമിനലാണ്. അവനെ ഈ ജയിലെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ജയിലല്ല, ജുവനൈൽ. അതായത് ജുവനൈൽ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് അവൻ ഇറങ്ങി വന്നത് ഇപ്പം കഴിഞ്ഞ മാസം കണ്ട വെളിയിറങ്ങിയത്. അതിനു മുമ്പ് അതുപോലെ വളരെ വലിയൊരു ക്രൂരമായ ഒരു കുറ്റം നടത്തിയിട്ടാണ്, ഒരു കൊലപാതക ശ്രമം നടത്തിയിട്ടാണ് അവൻ അകത്ത് പോകുന്നത്. അപ്പോൾ ഈ ഉദയകുമാർ നോക്കിയപ്പോൾ ഈ വല്യമ്മയുടെ അവരുടെ പേര് സരസാൾ എന്നാണ്. 66 വയസ്സുകാരിയാണ് സരസാൾ. അവർ ഒരു ആദിവാസി ഉന്നതിയിലാണ് പാലക്കാട് താമസിക്കുന്നത്. ആട്ടയാമ്പതി, അതായത് വടകരപ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് ആട്ടയാമ്പതി ന്യൂ ഉന്നതി, അവിടാണ് അവർ, സ്വദേശിനിയാണ് അവർ. ഈ സരസാൾ താമസിക്കുന്നതിൻ്റെ തൊട്ടയലത്തെ വീട്ടിലാണ് ഈ ഉദയകുമാർ താമസിക്കുന്നത്. ഇവനെ ഇതേപോലെ ഈ കൊലപാതകം നടത്തുന്നതിൻ്റെ തലേ ദിവസം, അതായത് ഒരു 10 ദിവസം മുമ്പാണ് ഇത് കേട്ടോ, 10-12 ദിവസം മുമ്പാണ്. അവൻ പതുക്കെ അവനുമായിട്ട് നല്ല പരിചയമുണ്ട്. അവരെ ഏതാണ്ട് സംശയം ചോദിക്കാനെന്നോ എന്തോ പറഞ്ഞിട്ട് അവരെ പ്രേരിപ്പിച്ച് ഇവൻ്റെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി. വൈകുന്നേരം വിളിച്ചു വരുത്തി കഴിഞ്ഞിട്ട് അവർ വന്ന് ആ മുറിക്കകത്തോട്ട് കയറിയതും ഇവൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പി വടിയുണ്ട് അവരുടെ തലയ്ക്കടിച്ചു. അവർ വീണു കഴിഞ്ഞപ്പോൾ അവരെ കഴുത്തിന് വെട്ടുകത്തി വെച്ച് അങ്ങ് വെട്ടി. അങ്ങനെ കൊലപ്പെടുത്തുന്നത്. അതിന് ഈ 17കാരൻ്റെ യഥാർത്ഥത്തിൽ കൂട്ടും എല്ലാ സഹായവും ഉണ്ടായിരുന്നു. അവനും അവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് 17കാരൻ. അതിനെക്കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ വെളി വന്നിട്ടില്ലെങ്കിൽ പോലും അവനും അകത്തുണ്ട്. ഇപ്പം 2 കസ്റ്റഡിയിലാണ്. ഈ 17കാരനെ ഇനി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുമ്പിൽ ഹാജരാക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ ഈ ഉദയകുമാറിനെ ഇനി കോടതി ഹാജരാക്കി അവനെ റിമാൻഡ് ചെയ്യും. കാരണം അവൻ പ്രായപൂർത്തിയായവനാണ്. അവനെ ഇത് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, ഈ മൂക്കൂത്തി മാത്രം അവൻ എടുത്തു. അതേ ഉള്ളൂ അവരുടെ കയ്യിൽ, വേറൊന്നുമില്ല. അവിടെ കുറച്ച് പൈസ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട്. അത് എത്ര ഉണ്ടെന്നോ അത് എവിടെ ഉണ്ടായിരുന്നെന്നോ ഉള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും വന്നിട്ടില്ല, എത്ര ആണെന്നൊന്നും വെളിയിൽ ആ തുകയെക്കുറിച്ചൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇത് ആദ്യം മുതൽ ഇങ്ങനെ ഒരു വൃത്തിയെ കൊന്നു കുഴിച്ചിട്ട് അവരെ കാണാനില്ല എന്നുള്ള ഒരു പരാതി വന്നിരുന്നു. അവരുടെ മകളൊരു പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ, ഇവരെ കാണുന്നില്ല. അങ്ങനെ അതായത് ജൂൺ 10-ാം തീയതി മുതലാണ് ഇവരെ കാണാതായത്. അതിൻ്റെ തലേന്നാണ് ഇവർ കൊല്ലപ്പെടുന്നത്, 9-ാം തീയതി. ജൂൺ 10-ാം തീയതി മുതൽ ഇവരെ കാണുന്നില്ല. 12-ാം തീയതി അവരുടെ മകൾ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി, മകൾ ബേബി കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് പതുക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നപ്പം നോക്കിയപ്പോൾ
ഈ അയലത്ത് താമസിച്ചുകൊണ്ടിരുന്നവൻ അതുവരെ അവിടെ ഉണ്ടായിരുന്നു, ഉദയകുമാർ എന്ന് പറയുന്നവൻ. അവനെ 10-ാം തീയതി മുതൽ കാണാനില്ല. അവനെ 10-ാം തീയതി മുതൽ അവനെ കാണാനില്ല. അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ വീട്ടിൽ നിന്ന് പോയിട്ട് ഇവനെ അങ്ങ് തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട്ടിൽ പോയിട്ട് ഈ അവിടെ ഒളിവിൽ യഥാർത്ഥത്തിൽ അവിടെ താമസിക്കായിരുന്നു. അവിടെ പൊള്ളാച്ചിയിൽ ആനമല എന്ന് പറയുന്നിടത്താണ് താമസിക്കുന്നത്. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ ആനമലയിൽ. അവിടെ നിന്ന് ഇവനെ അവസാനം വിളിച്ചു വരുത്തി ഇവനെ ചോദ്യം ചെയ്തപ്പോഴേ അവൻ കാര്യം അങ്ങ് സമ്മതിച്ചു. അവനെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇതാണ്: ഇതുപോലെ ഇവരെ ആദ്യം തലക്കടിച്ചു, ഇരുമ്പൊടിയിച്ച് തലക്കടിച്ചു, അവർ ബോധരഹിതയായി വീണു. അവരെ അപ്പോൾ വെട്ടുകത്തി വെച്ച് അവരെ കഴുത്തിന് വെട്ടി കൊന്നതിന് ശേഷം ചെയ്ത പണി എന്ന് പറയുന്നത്, അവിടെ ഒരു വീട്ടിനോടിൻ്റെ അപ്പുറത്തായിട്ടൊരു കുളിമുറിയുണ്ട്. അവിടെ ഒരു ടബ് പോലുള്ള ഒരു ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൊണ്ടുവച്ചിട്ട് ഡീസൽ ഒഴിച്ചു. അതിൽ തുണിയിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവച്ചത്. എന്നിട്ട് ഡീസൽ ഒഴിച്ചു, വീപ്പയ്ക്കകത്തിട്ടിട്ട് ഡീസൽ ഒഴിച്ചു, കത്തിച്ചു. ഡീസൽ ഒഴിച്ച് കത്തിച്ചപ്പോൾ അവിടുന്ന് വല്ലാത്ത ദുർഗന്ധം ഉള്ളവർക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ആദ്യം വിചാരിച്ച് എന്താ പറയുക, അവിടെ ഒരു മീൻ സംസ്കരണ ഫാക്ടറി ഉണ്ട് അവിടെ. അപ്പോൾ അവിടുന്ന് വരുന്ന ദുർഗന്ധമായിരിക്കും എന്ന് ആളുകൾ അങ്ങനെ കരുതി. അതുകൊണ്ടാണ് അവർ പ്രശ്നം ഉണ്ടാക്കാഞ്ഞത്. ഇത് മുഴുവൻ വെന്തില്ല, കുറേ ഭാഗങ്ങളെല്ലാം കത്തിപ്പോയി, ബാക്കിയൊന്നും കരിഞ്ഞില്ല. അപ്പോൾ അത് ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെടുത്തു. പിന്നെ അതിൽ നിന്ന് ആ വീപ്പയിൽ നിന്ന് എടുത്തിട്ട് വേറെ തുണിയും പൊതിഞ്ഞിട്ട് കൊണ്ടുവന്ന് അവിടെ അടുത്ത് തന്നെ ഒരു കുഴിയെടുത്ത് അതിലിട്ട് മൂടി അവിടെ. എന്നിട്ടാണ് ഇവൻ അവിടുന്ന് കടന്നത്. ഇവൻ ഈ ഒളിവിൽ പോയി. ഈ ചെറിയ കടുക്കനുണ്ടല്ലോ, 2 ചെറിയ മൂക്കുത്തി, ആ മൂക്കുത്തിയിൽ എന്ത് കാണും? കമ്മൽ. 1/4 പവൻ പോലും കാണത്തില്ല. 1/4 പവൻ എന്ന് പറഞ്ഞാൽ 2 ഗ്രാം വേണം. പക്ഷേ ഇത് 2 ഗ്രാമൊന്നുമില്ല, 1/2 ഗ്രാം സ്വർണം കണ്ടേക്കും. ഈ 2 മൂക്കുത്തി എന്ന് പറയുന്നത് കൂടാതെ സ്വർണമാണെങ്കിൽ അത് 2ലും കൂടെ ഏതാണ്ട് 1 ഗ്രാം സ്വർണ്ണം കാണും. പക്ഷേ ഇത് വെറുതെ കിട്ടുന്ന സാധനമല്ലേ, മതി. അതിനാണ് ഒരു മനുഷ്യജീവനെ ഇതേപോലെ ഒരു 19കാരൻ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതിന് 17കാരൻ വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. അവനോട് ചേർന്നാണ് ഈ പണികളെല്ലാം നടത്തിയേക്കുന്നത്, കുഴിച്ചിട്ടവും ഇതുമെല്ലാം. ഇപ്പോൾ അവനും കസ്റ്റഡിയിലായി. ഇനി അവനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ മുമ്പേ ഹാജരാക്കണം. യഥാർത്ഥത്തിൽ ഇവനൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ അവൻ ഒരു ജുവനൈലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ശരിയായ അർത്ഥത്തിൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഇവനെ ഒരു ജുവനൈലെന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം ഇത്രയും ഹൊറിബിളായിട്ടുള്ള, ഇത്രയും ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തേക്കാണ് അവൻ. അത് അവൻ്റെ പ്രായം എന്നൊക്കെ പറയുന്നത് ഒരു നമ്പർ മാത്രമാണ്, അതൊന്നുമല്ല. ആ പ്രായത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല. അവനെ ഒരു ഡ്രഗ് അഡിക്റ്റാണ് അവൻ ഡ്രഗ് ഉപയോഗിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കും. മദ്യപാനിയാണ്, ഡ്രഗാണ്. ഇത് ആ നാട്ടുകാർക്കൊക്കെ വലിയ ഉപദ്രവകാരിയാണ് അവന്. അപ്പോൾ യഥാർത്ഥത്തിൽ അവനെയും ഒരു ജുവനൈലെന്ന് കണക്കാക്കാതെ അഡൽട്ടെന്ന് കണക്കാക്കി അവനെയും ട്രയൽ നടത്തേണ്ടതാണ്. ആ രീതിയാണ് വരുന്നത്. കാരണം ഈ 17 വയസ്സുണ്ടെന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അവനാണ് ഏറ്റവും കൂടുതൽ ഇതേപോലുള്ള സഹായങ്ങൾ ചെയ്തേക്കുന്നത്. ഇവനെ ഇനി ഇറക്കി വിട്ടാലോ? ഇവനെ ഇങ്ങനെ ഇറക്കി വെളിയിൽ വിട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം ആലോചിച്ച് നോക്കിയുള്ളൂ, എന്ത് ഉപദ്രവമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് നേരത്തെ അവൻ പദ്ധതി ഇട്ടതാണ്. ഈ ഉദയകുമാർ നേരത്തെ പദ്ധതി ഇട്ടതായത് ഇവരെ കൊലപ്പെടുത്താനും, കാരണം ഇതെടുക്കാൻ എല്ലാം ഇതിനു വേണ്ടി മാത്രമാണ്. അതായത് ഈ മൂക്കൂത്തിക്ക് വേണ്ടി മാത്രം. കഷ്ടമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയുള്ളൂ. നമ്മുടെ കൗമാരക്കാർ ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു നോക്കൂ. ഇത്രയും വലിയ ഹൊറിബിളായിട്ടുള്ള ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ ഒരു മനപ്രയാസവും ഇല്ലാതെ ഇത് കമ്മിറ്റ് ചെയ്യുകയാണ്. ഇത് കണ്ട് ഞെട്ടിപ്പോയി ഇതിൻ്റെ സംഭവം കണ്ട്. കാരണം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഈ രീതിയിലുള്ള ഇത്രയും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഇതുപോലുള്ള ഒരു കൊലപാതകം ഞാൻ കണ്ടിട്ടില്ല. ഇതൊന്നുമില്ലാതെ ഒരു വല്യമ്മയെ കൊല്ലുന്നു എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. കാരണം അവരുടെ കയ്യിലൊന്നുമില്ല, പാവപ്പെട്ടവരാണ്. ഇതാണ് സംഭവം. നമ്മുടെ അയൽക്കാരെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആരെങ്കിലും കാണാനില്ലെങ്കിലൊക്കെ അതൊന്നും അനങ്ങാതെ വെച്ചേക്കരുത്. അത് അപ്പോഴേ റിപ്പോർട്ട് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട്. അതാ വേണ്ടത്. ഇതിപ്പോൾ 2 ദിവസമെങ്കിലും താമസിച്ചു പോയി. ഏതായാലും പോട്ടെ, പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവശിഷ്ടങ്ങളെ കിട്ടിയുള്ളൂ. പക്ഷേ ഇത് അവരുടേതാണെന്നുള്ളതിന് തെളിവുണ്ട്, ഇവൻ്റെ കുറ്റസമ്മതമുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിന് ഇനി DNA
ഒക്കെ സാമ്പിളൊക്കെ എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. ഏതായാലും ഇവനെ ഒരിക്കലും വെളിയിലോട്ട് വിടരുത്, കാരണം അത്രയും വൃത്തികെട്ടവനാണ് അവൻ.